ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ 2025 ജൂൺ മാസത്തിൽ നടക്കാൻ പോകുന്ന ടേം ആൻഡ് എക്സാമിനേഷന്റെ എക്സാം രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് എക്സാം ഫീ അടയ്ക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 20 അപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും ഇപ്പോഴേ PSMO കോളേജ് പോലുള്ള വടകര RCയുടെ അണ്ടറിലുള്ള പല കോളേജസിലും സീറ്റുകൾ കിട്ടാത്തൊരവസ്ഥയായിട്ടുണ്ട്. അത്രത്തോളം സ്റ്റുഡൻസ് ആണ് ഇത്തവണ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. സോ രജിസ്ട്രേഷൻ തുടങ്ങിയ മുതൽ നമ്മളുടെ അടുത്ത് കൂടുതലും പേരും പറഞ്ഞ ഒരു പരാതിയാണ്, ഓൺലൈനായിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്തു, എക്സാം ഫീയും അടച്ചു, പക്ഷേ ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു പ്രൂഫ് സക്സസ് ആയി എന്നുള്ള ഒരു സ്ലിപ്പോ പ്രൂഫോ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഫീ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി, പക്ഷേ സക്സസ്ഫുൾ ആയിട്ടില്ല. ഇതിനെന്താണ് നമുക്കൊരു സൊല്യൂഷൻ? അപ്പോൾ ആ ഒരു ഫീ നമുക്ക് തിരിച്ചു കിട്ടുമോ, അല്ല ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വീഡിയോയിൽ ഓരോ പോർഷനും കറക്റ്റായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പിടിയിട്ടുള്ളൂ കേട്ടോ. സോ നിങ്ങളുടെയും ഫീ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ അതോ ഫെയിൽ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് കാണാൻ പറ്റും. മീൻസ് എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഫീയും അടച്ചു കഴിയുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു പേജിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ആവുകയും അവിടെ നിന്ന് നമുക്ക് ഒരു ഫോം കിട്ടുകയും ചെയ്യുന്നുണ്ട്, PDF ആയിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർക്ക് അത് കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ഒരു വെബ്സൈറ്റ് വഴി ആയിരിക്കുമല്ലോ എല്ലാവരും ഓൺലൈനായിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സാമിനേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. തൊട്ട് താഴെയായിട്ട് രജിസ്ട്രേഷൻ എന്നും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ഹിസ്റ്ററി എന്നുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ്റെ ഓരോ ഹിസ്റ്ററിയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് നമ്മൾ ഇന്ന് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സാം രജിസ്ട്രേഷൻ്റെ ഹിസ്റ്ററിയാണ് കാണുന്നത്. സ്റ്റാറ്റസിന് താഴെയായിട്ട് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ആക്ഷൻ്റെ താഴെയായിട്ട് പ്രിൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രീൻ ഐക്കണോടെ കാണുന്നുണ്ട്. സോ സ്റ്റാറ്റസിൽ സബ്മിറ്റഡ് കാണിച്ചാലും മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ള എക്സാം രജിസ്ട്രേഷൻ കറക്റ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോൾ അതിന് തൊട്ടടുത്ത് പ്രിൻ്റ് എന്നുള്ള ഗ്രീൻ ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൂഫ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ പ്രൂഫ് നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടുന്നതാണ്. പക്ഷേ ചില സ്റ്റുഡൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയും എവിടെ സബ്മിറ്റഡിന് പകരം ഡ്രാഫ്റ്റ് എന്നുമാണ് കാണിക്കുന്നത്. സോ അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. സോ ഇത് വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് പോർട്ടലാണ്. ഈ സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്മളാണ് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു കുട്ടിക്ക് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് ഫീ പോവുകയും എവിടെ അത് റിഫ്ലക്റ്റ് ആവുകയും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഈ കുട്ടി രജിസ്ട്രേഷൻ ചെയ്തിട്ട് 2 ദിവസമായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സ്റ്റാറ്റസിൻ്റെ അവിടെ ഡ്രാഫ്റ്റ് എന്നാണ് കാണിക്കുന്നത്. 2000 എബോവ് റുപ്പീസ് ഫീ അടച്ചതാണ്, ഗൂഗിൾ പേ വഴിയായിരുന്നു അടച്ചത്. ബട്ട് ഇതുവരെ അപ്ഡേറ്റ് ആയില്ല. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഡ്രാഫ്റ്റ് എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി സബ്മിറ്റഡ് എന്ന് ആക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് പേയ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിന് താഴെയുള്ള മൈ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. മൈ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി നിങ്ങൾ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള എല്ലാ രജിസ്ട്രേഷൻ്റെയും സ്റ്റാറ്റസ് എവിടെ കാണാൻ പറ്റും. അതിപ്പോൾ റീ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, എക്സാം രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഇതിൽ ഏറ്റവും ഫസ്റ്റ് വൺ കാണിക്കുന്നതിൻ്റെ ചെക്ക് സ്റ്റാറ്റസിൻ്റെ അവിടെ ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഒരു കോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും ആർ യു ഷുവർ യു വാണ്ട് ടു ഡു ദ സ്റ്റാറ്റസ് ക്വറി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. സോ ഓക്കെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, മുകളിൽ ഒരു സക്സസ്ഫുൾ ഐക്കൺ കാണിക്കുന്നുണ്ട്, ഗ്രേറ്റ് സ്റ്റാറ്റസ് ഫീ ഡീറ്റെയിൽ അപ്ഡേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്നതാണ്, അല്ലാത്ത പക്ഷം കിട്ടുന്നതല്ല കേട്ടോ.
സോ ഒരു കൺഫർമേഷനായിട്ട് ഞാൻ പതിയെ ഈ ഒരു റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യുകയാണ്. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫൈനൽ സ്റ്റാറ്റസിൻ്റെ അവിടെ ഇപ്പോൾ പെയ്ഡ് വന്നിട്ടുണ്ട്. ആ ഒരു കുട്ടി 15-ാം തീയതിയാണ് ഫീ അടച്ചിട്ടുള്ളത്. സോ 15-ാം തീയതി രാത്രി 8:14 ഫീ അടച്ചതായിട്ടുള്ള അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്. എങ്കിലും നമുക്ക് ഫീ അടച്ചതിൻ്റെ ഒരു പ്രൂഫ് കിട്ടണ്ടേ? ഈ ഒരു സൈറ്റിൽ ഈ ഒരു പെയ്ഡ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഏത് സെൻറ്റർ കൊടുത്തു, ഏതൊക്കെ സബ്ജക്ട്സുകളാണ് സെലക്ട് ആയത് എന്നുള്ള സ്ലിപ്പ് കിട്ടണം അല്ലേ? അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് അഗെയിൻ നമ്മൾ എക്സാമിനേഷൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസിൻ്റെ താഴെ സബ്മിറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു 2 മിനിറ്റിന് മുന്നേ ഡ്രാഫ്റ്റ് എന്നായിരുന്നു അല്ലേ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറി സബ്മിഷൻ ആയിട്ടുണ്ട്. ആക്ഷൻ്റെ താഴെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ അതിൽ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൂഫ് ഫോം നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടുന്നതാണ്. ആ ഒരു PDF ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കുക. നിങ്ങൾ ഫീ അടച്ചു എന്നതിനുള്ള ഒരു തെളിവാണല്ലോ. ഓക്കെ, ചില സ്റ്റുഡൻസിന് ഈ ഒരു ഡ്രാഫ്റ്റ് മാറി സബ്മിറ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നുവെങ്കിലും പ്രിൻറ്റിൽ കൊടുക്കുമ്പോൾ മേ ബി ഒരു എറർ കാണിക്കും. ഒരു സൈറ്റ് എററൊന്നോ അല്ലെങ്കിൽ നോട്ട് ഫൗണ്ടോ എന്തെങ്കിലും ഒരു എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് കിട്ടിയില്ലെങ്കിൽ അഗെയിൻ എക്സാമിനേഷൻ്റെ അവിടെ നിന്ന് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ഫോർ എക്സാമിനേഷൻ ഫോം എന്നുള്ള ഈ ഒരു ആദ്യത്തെ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പതിയെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അഗെയിൻ ആ ഒരു രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്നുള്ള അവിടെ ടിക്ക് കൊടുത്ത് പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എന്നുള്ള ഈ ഒരു ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗ്രേറ്റ് യു ഹാവ് ആൾറെഡി സബ്മിറ്റഡ് ദ എക്സാമിനേഷൻ ഫോം എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം ഓക്കെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ സ്റ്റുഡൻസ് പലരും, എനിക്ക് തോന്നുന്നു 100-ൽ 90% കുട്ടികൾ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട് ഫീ അടച്ചു, ഇത്ര രൂപ അടച്ചതാണ്, 2 ദിവസമായിട്ടും ഫീ തിരിച്ചു കിട്ടിയിട്ടില്ല, സൈറ്റിലോട്ട് റിഫ്ലക്റ്റ് ആയതുമില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ടെൻഷനായിരുന്നു. ഇപ്പോൾ ഒരു റെസൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡ്രാഫ്റ്റ് എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി സബ്മിറ്റഡ് എന്നുള്ള ഓപ്ഷനിലോട്ട് ആക്കേണ്ടത്. ഇത് നിങ്ങൾ എല്ലാ കുട്ടികളും രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസും ഇത് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരു ഫോമൊക്കെ കിട്ടി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ ഫീ പോയി എങ്കിൽ ഉള്ള ഒരു പ്രൊസീജിയറാണ്. ചില സ്റ്റുഡൻസിന് ഈ ഒരു ഫീ കറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ കുട്ടികൾക്ക് മാത്രം ഫീ തിരിച്ച് കുറച്ച് ഹവേഴ്സിനുള്ളിൽ, ഒരു 24 to 48 ഹവേഴ്സിനുള്ളിൽ ഏത് അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ ഫീ അടച്ചത് ആ ഒരു അക്കൗണ്ടിലോട്ട് തന്നെ റീഫണ്ട് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെയൊക്കെ തിരക്ക് കാരണം നമുക്ക് ഈ ലാസ്റ്റ് 2 ദിവസം കുറച്ച് കുട്ടികൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇൻഫോടെക്കിന് വാട്സപ്പ് ത്രൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും റിപ്ലൈ കിട്ടാനായിട്ടുണ്ട്, നമ്മുടെ സർവീസസൊക്കെ ആവശ്യമുണ്ട്, രജിസ്ട്രേഷൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം വൈസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും സെയിം നമ്പറിൽ വാട്സപ്പ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.